മൈക്കിളിനെ കാണാതായിട്ട് ഒരാഴ്ചയായി. പക്ഷേ ഒരു വർഷമായതുപോലെ തോന്നുന്നു. അവനിപ്പോ എവിടെയായിരിക്കും? എന്തായിരിക്കും അവന്റെ അവസ്ഥ? നീ എന്തിനാ ഓരോന്ന് പറഞ്ഞ അവളെ കൂടി വിഷമിപ്പിക്കുന്നേ? ഹലോ, എന്താ ശ്രുതി? നേരോ? നീ എങ്ങനെ അറിഞ്ഞു? ഇവിടെ എല്ലാരും ഉണ്ട്. ഞാൻ പറഞ്ഞേക്കാം. താങ്ക് യു ശ്രുതി. ഭ്രാന്താശുപത്രിയിൽ നിന്നെ കൊണ്ടുപോകാൻ വണ്ടി വരുമെന്നാ പറഞ്ഞേ. അല്ല, പിന്നെന്താ നിന്റെ സന്തോഷം? പറയാം. മൈക്കിളിനെ കുറിച്ചാണോ? Yes, you are correct. Face of Dance Fest Season 5, India's biggest dance battle on international level. എന്താണെന്ന് നീ ഒന്ന് തെളിച്ചു പറ. Best dancers from 4 different states. നിനക്ക് മനസ്സിലായില്ലേ? കേരളത്തിൽ നിന്ന് ഈ ഫെസ്റ്റിലേക്ക് നമ്മുടെ മൈക്കിളിനെ സെലക്ട് ചെയ്തിരിക്കുന്നു. ആ കോളേജ് വിദ്യാർത്ഥിയുടെ മിസ്സിംഗ് കേസ് എന്തായിരുന്നു? യെസ് സർ, ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് സർ. എടോ, ആ വിദ്യാർത്ഥിയെ കുറിച്ചുള്ള പുതിയ ന്യൂസ് താൻ അറിഞ്ഞില്ലേ? അറിഞ്ഞു സർ. ആ പയ്യന് സെലക്ഷൻ കിട്ടിയ കാര്യമല്ലേ? പക്ഷേ തനിക്ക് കിട്ടാൻ പോകുന്നത് സസ്പെൻഷനോ ഡിസ്മിസോ ആയിരിക്കും. അതിനു മുമ്പ് അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേ. സാർ ഞാനത് സർ. ഹലോ, എന്താ സാർ? കുന്തം SP ആയിരുന്നു ലൈനില്. മൈക്കിൾ ജാക്സൺ എന്തോ കുന്തം കിട്ടിയില്ലയോ? ഡാൻസ് കോമ്പറ്റീഷന് സെലക്ഷൻ കിട്ടിയിരിക്കല്ലേ സാർ? ആണോ? അവന് വരാൻ താൻ പോവോ? എടോ, അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് കണ്ടുപിടിക്കണം. എനിക്ക് ചിലരെയൊക്കെ സംശയമുണ്ട്. നമുക്ക് അവരെ കൂടെ ചോദ്യം ചെയ്യാം. ഹായ് അനസൂയ. അല്ല, സാറെന്താ ഈ നേരത്ത്? എനിക്ക് ഈ വീട്ടിൽ വരുന്നതിന് സമയം കാലം ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതില്ല. അല്ല, അനന്യയുടെ ക്ലാസ് കഴിഞ്ഞോ? ഇല്ല. വിളിക്കണോ? വേണ്ട, ക്ലാസ് നടക്കട്ടെ. പിന്നെ സാർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതേ ചേച്ചിക്കും ഇവിടത്തെ സാറിനും ചെറിയൊരു സംശയമുണ്ട്. അല്ല, അനസൂന് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് പൂർണ്ണ വിശ്വാസോ പരിപൂർണ സമ്മതോ. എന്നാലേ എനിക്കിത് രണ്ടുമില്ല. സാറിന് എന്നെ മനസ്സിലല്ലേ? ഞാനിവിടെ ഡാൻസ് പഠിക്കുന്ന അനന്യയുടെ ഭർത്താവ്, അല്ല അച്ഛൻ, കൊച്ചച്ഛൻ. ബന്ധമൊന്നും ചോദിച്ചില്ല, ഇനി ചോദിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇവനെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ സാർ. ഇവനോട് ഞാൻ ചോദിക്കാം. വേണ്ട വേണ്ട, ഇവന്റെ സഹോദരി കൂടെ വരട്ടെ, എന്നിട്ട് ചോദിക്കാം. അനസൂയെ, എന്തോ ആ അനന്യയും വിളിച്ചോണ്ടോ. അയ്യോ സാറേ, ഒരു സഹോദരന്റെ മുന്നിൽ വെച്ച് സഹോദരിയെ ചോദ്യം ചെയ്യല്ലേ? അത് ശരിയല്ലേ സാർ? അത് നിയമവിരുദ്ധമല്ലേ? ഒന്നും അല്ലെങ്കിലും ഞങ്ങൾ രക്തബന്ധമല്ലേ സാർ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ രക്തം പരിശോധിപ്പിച്ചാലോ സാർ? സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇവിടെ അടുത്തൊരു ലാബുണ്ട്. അവിടെ ആകുമ്പോൾ നമ്മൾ പറയുന്ന റിസൾട്ട് എഴുതി തരും. ആദ്യം ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട. ഇനി എങ്ങനെ സത്യം പറ, ആ കുട്ടി നീയായിട്ടുള്ള ബന്ധം എന്താ? സാർ, ഞാൻ പറഞ്ഞല്ലോ, അനന്യയുടെ അമ്മാവന്റെ അമ്മായിയുടെ. നോണ പറയാ, സത്യം പറ. പറയാം സാർ. സത്യം പറഞ്ഞ ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെക്ക്. ഹലോ, യെസ്, എവിടെ? നിങ്ങളാരാ? ഹലോ ഹലോ, എന്താ സാർ? മൈക്കിളിനെ കുറിച്ചുള്ള കാര്യം. താമ സർ, ഫർഹാനയ്ക്ക് മൈക്കിളിനെ കുറിച്ച് ആരോ മെസ്സേജ് അയച്ചിരിക്കുന്നു. അവശനായ മൈക്കിളിനെ ഒരിടത്തുനിന്ന് കണ്ടെത്തിയെന്ന്. ഒരു സ്ഥലപ്പേരും പറഞ്ഞു സർ. സ്ഥലമൊക്കെ എനിക്കറിയാം. സാർ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ?